നന്ദകുമാർ നമുക്കറിയാം പാങ്ങ് LP സ്കൂളിനെ ഒരു ജീവിതകാലത്തേക്ക് മുഴുവൻ സങ്കടക്കടലിലാക്കിയാണ് ആ 9 പേരും മടങ്ങിയത്. അവരുടെ വേർപാട് ഒരിക്കലും അവർക്ക് ആ സ്കൂളിനെ അവിടുത്തെ കുട്ടികൾക്കും മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാണ്. തീർച്ചയായും അവരുടെ കുടുംബാംഗങ്ങളുമായും ആ നാട്ടുകാരുമൊക്കെയായി അടുത്ത ബന്ധം അധ്യാപകർക്ക് തീർച്ചയായും ഉണ്ടാകും. എന്തായാലും സങ്കടക്കടലാണ് അവിടുത്തെ കാഴ്ചകൾ. ഇന്ന് അധ്യാപകരെ കാണാൻ ആ കൊച്ചു കുട്ടികൾ എത്തുന്ന കാഴ്ച തന്നെ നമുക്ക് കണ്ടു നിൽക്കാനാവുന്നതല്ലായിരുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അരുണ്യ, അത് തന്നെയാണ്. ഏറെ സങ്കടകരമായ കാഴ്ചകൾ തന്നെയായിരുന്നു രാവിലെ മുതൽ നമുക്ക് ആ പൊതുദർശന വേദിയിൽ ചടങ്ങ് നടക്കുന്ന പന്തലിലെല്ലാം കാണാനായത്. അത് ഒരു നാട് ആകെ വിങ്ങുന്നതായിരുന്നു പാങ്ങ എന്ന ആ ചെറിയ ഗ്രാമത്തിൽ നാം കണ്ടത്. കാരണം ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു 6:30 മണിയോട് കൂടിയാണ് ഈ അപകട വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷം ആകെ അങ്കലാപ്പിലായിരുന്നു, അല്ലെങ്കിൽ ആകെപ്പാടെ ഒരു ഭയത്തോടു കൂടിയായിരുന്നു ആ നാട് മുഴുവൻ ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഓരോ മിനിറ്റുകളിലും ഓരോ പുതിയ വിവരങ്ങൾ വരുമ്പോൾ, ഓരോ ആളുകളുടെ മരണങ്ങൾ സ്ഥിരീകരിച്ച് വരുമ്പോൾ ആ നാട് ആകെ ഞെട്ടലോടെയാണ് ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നത്. തുടർന്നാണ് ആ നാട്ടുകാർ തന്നെ തുടർന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയായിരുന്നു. നിരവധി പേർ ഇവിടെ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോയി അവിടെ ആശുപത്രിയിൽ പോയി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്ന് ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ചത്. ഈ നാട്ടിലെത്തിക്കുമ്പോൾ ഈ പാങ്ങ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രത്യേക പൊതുദർശനം ചടങ്ങ് ഒരുക്കിയിരുന്നത്. അവിടെ വലിയ തോതിലുള്ള ജനക്കൂട്ടമായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ തന്നെ കാത്തുനിന്നിരുന്നത്. കാരണം ചുട്ടുപൊള്ളുന്ന ഈ വെയിലിലും അവസാനമായി ഒരു നോക്ക് കാണാൻ നാടിൻ്റെ അക്ഷരം പകർന്നു നൽകിയ ആ അധ്യാപകരെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി അവരെ പഠിപ്പിച്ച വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു നാടിൻ്റെ വലിയ നോവ് തന്നെയാണ് ഇന്ന് നാം പാങ്ങിൽ കണ്ടത്. ആ ചെറിയ ഗ്രാമം ഏറെ വിങ്ങലോടുകൂടിയാണ് ഇന്ന് അവർക്ക് യാത്ര നൽകുകയും ചെയ്തത്. നേരത്തെ അരുണ്യ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സങ്കടക്കടൽ തന്നെയാണ്. ഒപ്പം തന്നെ ഇതൊരു തീരാ ദുഃഖമായി തന്നെ ആ നാടിനെ അവശേഷിച്ച് നിൽക്കും. കാരണം എല്ലാ കാലവും ഓർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ദാരുണമായ ദുരന്തം തന്നെയായിരുന്നു അന്ന് സംഭവിച്ചത്. അത് നാടാകെ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി 9 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ ജീവൻ നഷ്ടപ്പെട്ടവർ എല്ലാവരും ആ സ്കൂളിലെ ഒരു വിദ്യാലയത്തിൻ്റെ ഭാഗമായുള്ളവരാണ്. അവർ ആ വിദ്യാലയത്തിലെ അധ്യാപകർ, ഒപ്പം തന്നെ ആ വിദ്യാലയത്തിൽ അധ്യാപകരൊപ്പമുള്ള ആ സ്കൂളിലെ മറ്റ് സഹായങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെ എല്ലാ വിധത്തിലും ആ സ്കൂളുമായി സ്നേഹിക്കുന്ന നിരവധി കുഞ്ഞുങ്ങളെ ഒപ്പം നടത്തി അവർക്ക് വേണ്ട വിദ്യ പകർന്നു നൽകുന്ന ഒരു സംഘം ആളുകൾ തന്നെയാണ് ആ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞിരിക്കുന്നത്. അത് ആ നാടിനെ സംബന്ധിച്ചിടത്തോളം, ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖത്തിലുള്ള ഒരു ഒന്ന് തന്നെയായിരുന്നു. അതാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ നമുക്ക് കാണാനാവുകയും ചെയ്തത്. ഏകദേശം 10:30 അവിടെ നിന്ന് മൃതദേഹം അതാത് വീടുകളിലേക്ക് മാറ്റുന്നതിനും ഏറെ പാടുപെടേണ്ടി വന്നു സംഘാടകർക്ക്. കാരണം ആളുകളുടെ അത്ര വലിയ ഒഴുക്ക് തന്നെയായിരുന്നു. അത് നിയന്ത്രിക്കാനും ഏറെ പാടുപെട്ടു. തുടർന്ന് കർശന നിയന്ത്രണത്തിനൊടുവിലാണ് പിന്നീട് മൃതദേഹങ്ങളെല്ലാം ആംബുലൻസിലേക്ക് മാറ്റി അതത് വീടുകളിലേക്ക് കൊണ്ടുപോയത്. അവിടെ വീടുകളിൽ അല്പനേരം പൊതുദർശനത്തിന് ശേഷം ആണ് ഈ മൃതദേഹങ്ങൾ വിവിധ ഖബർസ്ഥാനുകളിൽ സംസ്കാരം നടത്തിയത്. പിന്നീട് 2 അധ്യാപകർ, ഒന്ന് ആശ ടീച്ചറും മറ്റൊന്ന് അജിത ടീച്ചറുമായിരുന്നു. ഈ ആശ ടീച്ചറുടെ മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം പൂർത്തിയാക്കി. അജിത ടീച്ചറുടേത് മാത്രമാണ് ഇനി സംസ്കാരം പൂർത്തിയാക്കാനുള്ള. അവരുടെ മകൾ എത്താനുണ്ട്. അവർ കാൺപൂർ IITയിലെ വിദ്യാർത്ഥിയാണ്. അവിടെ നിന്നും അല്പം മുമ്പാണ് അവർ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുള്ളത്. അവിടെ നിന്നും വീട്ടിലെത്തിയതിനു ശേഷം ഷൊർണൂർ ശാന്തി തീരത്താണ് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആകെ സങ്കടക്കടലാക്കിയ ഒരു തീരാ നോവായി മാറിയ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് എന്ന് പറയാൻ കഴിയും. കാരണം അത്രയധികം വേദനിക്കുന്ന ജനങ്ങൾ, അത്രയധികം വേദനിക്കുന്ന നാട്ടുകാർ എല്ലാം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരിടമായിരുന്നു ഇന്ന് പാങ്ങ്. അരുണ്യ. ശരി ശാന്തകുമാർ, എന്തായാലും വീടുകളിലെ പൊതുദർശനം തുടരുന്നുണ്ട്.